വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. യേശു തിബേരിയസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദിനാറായ്ക്കുള്ള അപ്പം പോലും തികയത്തില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെ എല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കൂട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്നു തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി ഈ വചനം ഇതിന്റെ പോലുള്ള ഒന്ന് മനസ്സിലാക്കി തരുവാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഒന്ന് സ്തുതിച്ചു നമുക്കിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ഈ വായന. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നൊരു അല്പഭാഗം ഞാൻ വായിക്കാം. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറായ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹ വിശദീകരിക്കുന്ന ഒരു വചനഭാഗം 4 സുവിശേഷകരും എഴുതിയിരിക്കുന്ന ഒരു വചനഭാഗമാണിത്. അപ്പം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന് മാത്രമാണ് ഈ 5 അപ്പം കണ്ടെത്തിയ വിശുദ്ധനെ കുറിച്ച് പറയുക, വിശുദ്ധ അന്ത്രയോസ്. ഇന്ന് ആ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാള് സഭയിൽ കൊണ്ടാടുന്ന ദിവസമായതുകൊണ്ടാണ് പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനഭാഗം ഞാൻ വെറുതെ നമ്മുടെ ആരാധനാ കലണ്ടർ നോക്കിയപ്പോൾ ഇന്ന് വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിനമാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചെടുത്തപ്പോൾ ഈ വചനമാണ് എനിക്ക് കിട്ടുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധാപൂർവം ഇരിക്കുക. വലിയ ജനക്കൂട്ടം ഈശോയുടെ അരികിലേക്ക് വരുന്ന കണ്ടുകൊണ്ട് തന്നെ ഈശോയുടെ മനസ്സലിഞ്ഞു. ഈശോ ആദ്യമേ ആഗ്രഹിച്ചത് വചനത്തിനു വേണ്ടി വരുന്ന ഇവർക്ക് ശാരീരികമായ ഭക്ഷണം, അവർക്ക് നിൽക്കണമെങ്കിൽ, അവർക്ക് ഇരുന്ന് വചനം കേൾക്കണമെങ്കിൽ ശാരീരികമായ ഭക്ഷണം വേണം. അത് കർത്താവ് മുടക്കം വരുത്തത്തില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം, ഒരു ഉറപ്പ് നമുക്ക് ഇവിടെ തരികയാണ്. ഈശോ അവരോട് മനസ്സലിവുണ്ടായി. ഈശോയ്ക്ക് വചനം കേൾക്കുവാൻ വന്ന തങ്ങളോട് ഈശോയ്ക്ക് മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന നമ്മളോട് കർത്താവിന് മനസ്സലിവ് തോന്നുന്നുണ്ട്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളെ ഈ ചൂടുള്ള അന്തരീക്ഷത്തില് വെറുതെയല്ല ഇവിടെ വന്നിരിക്കുക, വചനം കേൾക്കുവാനും ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുവാനുമാണ്. കർത്താവ് തീർച്ചയായിട്ടും മനസ്സലിവുള്ളവനായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ അന്ത്രയോസിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ വിശുദ്ധ അന്ത്രയോസ് കണ്ടെത്തിയതൊരു ബാലനായ
ഒരു പയ്യനെയാണ്. ഇവന്റെ അമ്മ ഇവനെ കുറിച്ച് കരുതലുള്ളവനായിരുന്നു. ഈ അമ്മയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുവാൻ ആരംഭിക്കുക. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചനം കേൾക്കുവാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക്, അല്ലെ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ആഗ്രഹിക്കുള്ള ഒരു മകനെ, അല്ലെങ്കിൽ ഒരു മകൻ ആഗ്രഹം കൊടുത്തുകൊണ്ട്, പ്രേരണ കൊടുത്തുകൊണ്ട് ഒരു അമ്മ പറഞ്ഞയക്കുന്ന ഒരമ്മയെ ഞാൻ ഇന്ന് ധ്യാനിച്ചപ്പോൾ എനിക്കത് ആണ് കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ കൂടുതലാണ്. ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്ന് അയക്കുന്ന അമ്മമാർ അടുക്കളയിൽ നിന്ന് ഒരു 2 അപ്പം ഉണ്ടാക്കി ഈ കുട്ടിയുടെ ഒരു 5 അപ്പവും 2 മീനും കൊടുത്തയക്കുന്നു. ഒരു ദരിദ്രയായ അമ്മയാണെന്ന് നമുക്കറിയാം. ഒരു ബാർലിയപ്പമാണ് കൊടുത്തയച്ചിരിക്കുക. ഒരു ദരിദ്രയായ സ്ത്രീയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, അവർക്ക് ഇല്ലായ്മയിൽ നിന്ന് അവരൊക്കെ എല്ലാം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്ന, കർത്താവിന്റെ സന്നിധിയിൽ വചനം മാംസം ധരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അമ്മയും പിന്നാലെ വന്നു കാണും. ഈ മകന് അവനൊരു വിശപ്പുകാരനായിരിക്കും, അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് കരുതലുള്ള ഒരു അമ്മയായതുകൊണ്ട് ഇവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തയക്കുകയാണ്. ഇവിടെ വേറൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ അന്ത്രയോസിന്. വളരെ ഇതായിട്ട് സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്ന ഒരു പ്രേക്ഷിതൻ, കർത്താവിന്റെ ഒരു ശുശ്രൂഷകൻ. എല്ലാവരെയും, വന്ന വ്യക്തികളെ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു പൊതിയുമായി വരുന്ന ഒരു ബാലൻ, അവനെ മാത്രമേ കണ്ടു കാണുകയുള്ളൂ. കർത്താവ് ചോദിച്ചപ്പോൾ ഈ അപ്പസ്തോലൻ പറയുകയാണ്, കർത്താവ് ഇതിനു മുമ്പ് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്, ഇവർക്ക് എന്ത് കൊടുക്കും? തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഈശോ അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദിനാറായിക്കുള്ള അപ്പം പോലും തികയില്ല. ഈശോ ഇവനെ, ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചതാണെന്ന് തിരുവചനത്തിൽ തന്നെ നമ്മളവിടെ വായിച്ചു കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അമ്മ തന്റെ അടുക്കളയിൽ ഈ മകന് വേണ്ടി അപ്പം ഉണ്ടാക്കുന്നത് പോലും ഒരു പ്രേരണ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുമ്പോൾ കുടുംബത്തിൽ നിന്നും കരുതലോടെയാണ് വിടുന്നത്, വെറും കൈയോടെയല്ല. കരുതലുള്ള അമ്മ അത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി ഈ മക്കളെ അയക്കുകയാണ്. ഈ അമ്മ ഉണ്ടാക്കി കൊടുത്തയക്കുന്നു. അതുപോലെ ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം അമ്മമാരെ താല്പര്യപൂർവ്വം നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി ആയിരിക്കാം നമ്മളൊരു പക്ഷേ അങ്ങേയറ്റമാകുമ്പോൾ പറഞ്ഞയക്കുക. എന്നാൽ താല്പര്യപൂർവ്വം ദേവാലയത്തിലേക്ക് പറഞ്ഞയക്കുന്ന അവസ്ഥകൾ എത്രമാത്രമുണ്ട്. ഇന്ന് വളരെയേറെ അത് വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളുകൾക്ക് നമുക്ക് കാണാം, കുട്ടികളെ ബാഗുമായിട്ടൊക്കെ പോകുന്നത് നമുക്ക് കാണാം, ഉച്ചഭക്ഷണവുമായിട്ട് പോകുന്നത് കാണാം. വളരെ ഉന്നതിയിലേക്ക് വന്നിട്ടുണ്ട്, അർത്ഥവത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കർത്താവ് പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഇതാണ്. ഒരു കുടുംബത്തിൽ നിന്നും വചനത്തിനു വേണ്ടി ദാഹത്തോടുകൂടി പറഞ്ഞയക്കുന്ന അമ്മയും ആ അമ്മയും എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളെയും പ്രത്യേകം ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന പ്രേക്ഷിതരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രദ്ധാലുക്കളായ, കർത്താവിന്റെ ശുശ്രൂഷയെ ശ്രദ്ധാലുക്കളായ മക്കളെ, പ്രേക്ഷിതരെ, ഹല്ലേലൂയ, കണ്ടിരുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, സംശയദൃഷ്ടിയാൽ പറഞ്ഞു. ഈ 12 ശിഷ്യന്മാരും ഒരുപോലെ ആയിരുന്നിരിക്കാം. അന്ത്രയോസ് പറയാണ്, ഒരു ബാലനെ ഞാൻ കണ്ടു, അവന്റെ കൈവശം 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. കർത്താവ് പറഞ്ഞു, അത് കൊണ്ടുവരിക. ഹല്ലേലൂയ. നമ്മുടെ കൈവശമുള്ളത് കൊണ്ടുവന്ന് കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ്. കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ എന്തുമായിട്ട് ആ അവസ്ഥയോടുകൂടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കുക. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ, ആ കുട്ടി അത് കൊടുത്തില്ലായിരുന്നെങ്കിലോ അത് നടക്കുകയില്ലായിരുന്നു. ആ അമ്മ അത് ഉണ്ടാക്കി അയച്ചില്ലായിരുന്നെങ്കിലോ ഈ 5 അപ്പം ഇവിടെ വരികയില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുക്കമുള്ള കുടുംബം, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന കുടുംബത്തിലെ കുട്ടികൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു, ഉള്ളതുമായിട്ട് കടന്നു വരുന്നു. അത് കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് കാണപ്പെടുന്നു. ഹല്ലേലൂയ. അത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആ ഉള്ളത് ഏൽപ്പിക്കുന്നു. നിനക്ക് ഉള്ളത് കൊണ്ടുവരിക. ഉള്ളത് കർത്താവിനെ ഏൽപ്പിച്ചപ്പോൾ അവിടുന്ന് കരങ്ങളിലെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അത് പെരുകി. അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം സമർത്ഥമായിട്ട്. എന്നാൽ അപ്പസ്തോലന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി 200 ദിനാറായിക്കുള്ളത് പോലും ഒന്നും ആകത്തില്ല എന്ന് പറഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ തലയിലേക്ക് 12 കൂട്ട, ഓരോരുത്തർക്കും ഓരോ കൂട്ട വീതം മിച്ചം കൊടുത്തയക്കുന്ന സമൃദ്ധിയുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കരുതുന്നത് പോലെയല്ല, സമൃദ്ധിയോടെ പറഞ്ഞിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയി കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ ലേഖനം, അതിന്റെ 1ഉം 2ഉം വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. സഭാശ്രേഷ്ഠനായ ഞാൻ, യോഹന്നാൻ ശ്ലീഹ, സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്, വാത്സല്യഭാജനമേ. നമ്മളെല്ലാവരെയും വിളിക്കുകയാണ്, വാത്സല്യഭാജനമേ. സഭാമക്കളായ നമ്മളെല്ലാവരെയും
വിളിക്കുകയാണ്. ദൈവമക്കളായ എല്ലാവരെയും വിളിക്കുകയാണ്. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ, ഒന്ന് പറയാമോ? നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും. ഏതൊക്കെ കാര്യങ്ങളിലാ? എല്ലാ കാര്യങ്ങളിലും. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും, നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആരാധന, ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നമുക്കൊരു കാര്യം അറിയാം, മനുഷ്യനെ വിസ്മരണീയമായിട്ട് സൃഷ്ടിച്ച ദൈവം മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നും സൃഷ്ടിച്ച പോലെയല്ല. മനുഷ്യനെ വിസ്മരണീയമായിട്ട് സൃഷ്ടിച്ചു. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ വിശദീകരിച്ചു. മനുഷ്യനൊരു പ്രത്യേകത കൊടുത്തു, ആന്തരിക വ്യക്തിത്വം കൊടുത്തു, തനതായിട്ട് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സും കൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. ഒരു ആന്തരിക വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. സ്വതന്ത്ര മനസ്സ് നൽകിയിട്ടുണ്ട്. കാരണം കർത്താവ് അത്രമാത്രം നമ്മളെ വിലമതിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. നമ്മളെ പിടിച്ചു കെട്ടിയിട്ടല്ല. അവൻ സ്വതന്ത്രനായി നടക്കണം. സ്വതന്ത്രമായ ചിന്തയോടുകൂടി കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വതന്ത്ര മനസ്സ്. അതുകൊണ്ടാണ് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും മുഴു ശക്തിയോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് തിരിച്ചു ചോദിക്കുന്നതിന്റെ കാര്യം. കർത്താവ് തന്നു കഴിഞ്ഞു നമുക്ക്. എന്നാൽ ഇത് നമ്മളെ ലോകത്തിലായിരുന്നുകൊണ്ട് കർത്താവിൽ നിന്നും അകന്നു പോയ ഒരു അവസ്ഥാവിശേഷം. ഇത് നമ്മളെ തന്നെ നമ്മുടെ സ്വതമായ ആ ഇച്ഛയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമുക്കിത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് നമുക്ക് ആത്മീയമായി വളരുവാൻ സാധിക്കുന്നില്ല. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ എന്നും ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ എന്നും യോനാസ്ലീഹ എഴുതിയ ലേഖനത്തിന് നമ്മൾ സ്പഷ്ടമാക്കി. അല്ലേ? സ്പഷ്ടമായോ? ഒന്നുകൂടെ പറയണോ? അതെ. നിന്റെ ആത്മാവ്, എന്റെ ആത്മാവ്, നമ്മൾ പറയാം, എന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുള്ളവനും ഐശ്വര്യമുള്ളവളും ആരോഗ്യമുള്ളവനും ആരോഗ്യമുള്ളവളും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴാണ് ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകുന്നത്? എപ്പോഴാണ്? യോനാസ്ലീഹ എഴുതിയ 3-ാം ലേഖനത്തിന്റെ 1-2 വചനങ്ങൾ പഠിക്കുക. ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോഴാണ്. ഉറക്കെ പറഞ്ഞുകൊള്ളുക. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. ഞാൻ പുറത്തുനിന്ന് വന്നയാളൊന്നുമല്ല. നമ്മൾ ഇവിടുത്തെ ഒരു പ്രേക്ഷിതൻ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. വചനം പറയാണ്, ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. വേറൊരു വശത്ത് പറയുന്ന ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ലോകത്തിലാണ്. എന്നാൽ ആസക്തികൾ നമ്മൾക്ക് പാടില്ല എന്നാണ്. നിയന്ത്രണ വിധേയമായ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലത് തന്നെയാണ്. എന്നാൽ നിയന്ത്രണ വിധേയമല്ലാത്തതിനെ ആസക്തികൾ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. ആസക്തികൾ പാടില്ല. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആത്മാവിന്റെ പ്രേരണയും ജഡത്തിന്റെ അഭിലാഷങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ ജഡത്തിന് കീഴല്ല. അല്ലാതെ പാപത്തിന് അധീനരല്ല. നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ ഗലാത്യക്കാർക്ക് എഴുതിയ 5-ാം അധ്യായമാണ് വായിക്കുക. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം തന്നെ പറയുക, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പാപത്തിന്റെ അടിമത്തത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുക. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്?
എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ. കർത്താവിനോട് ചേർന്ന് വഹിക്കുന്നവരായിട്ട് മാറുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുക. അടിമത്തത്തിന്റെ നോഹത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത്. പിന്നെ എന്തോ ചെയ്യണം? അതേ അധ്യായത്തിൽ 13-ാം വചനം പറയുക, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. ഹല്ലേലൂയ. ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമായി അതിനെ കണക്കാക്കരുത്. കർത്താവ് തന്ന സ്വാതന്ത്ര്യം നമ്മളത് തെറ്റിദ്ധരിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണോ ഞാൻ? ആണോ എന്ന് നമ്മൾ തന്നെ ആത്മശോധന ചെയ്താൽ മതി. ദൈവവചനം എടുത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ എടുത്ത് വായിക്കുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. കാരണം കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ്, മനുഷ്യനോ മുഖഭാവം ദർശിക്കുന്നവനുമാണ്. ഹൃദയഭാവം, ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന കർത്താവ്. നമ്മളിവിടെ കണ്ടു, അപ്പുറത്ത് നമ്മൾ വായിച്ചപ്പോൾ കേട്ടു, കർത്താവ് എന്ത് ചെയ്യണമെന്ന് നേരത്തെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് പ്രേരണ കൊടുത്തത്. വചനത്തോടുള്ള ദാഹമുള്ള മക്കളെ അപ്രകാരം തന്നെ ചെയ്ത് കരുതി വിടും. അവരുടെ ഭവനത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു ചെല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്താൽ മാത്രം മതി. ഇത് നമ്മളിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് കൊണ്ട് നമുക്ക് നിറയാൻ സാധിക്കുകയുള്ളൂ. ഈ 5-ാം അധ്യായത്തിന്റെ 9-ാം വചനം പറയുകയാണ്, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് മാത്രമാണ് വായിക്കുക. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. അതായത് ഒരു അല്പലേശം ഈ പറയുന്ന ജഡത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട, ജഡത്തിന്റെ വ്യാപാരങ്ങളിൽപ്പെട്ട അല്പം ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ ശുദ്ധി നഷ്ടപ്പെടുത്തുന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യന്മാർ, അവരാണ് ദൈവത്തെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം. വിശുദ്ധ ഗ്രന്ഥം വഴിയും അല്ലാതെയും നമുക്കറിയാവുന്നത്. വിശുദ്ധ ഗ്രന്ഥം വഴി പറയുന്നുണ്ട്, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുക, ആസക്തിയോടുകൂടി പുരുഷനെ നോക്കുക. തിരിച്ചും മറിച്ചും ഇത് വ്യഭിചാരത്തിലേക്ക് പോകുന്നതാണ്. അത് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അതിലേക്ക് നയിക്കുന്ന ഇവന്റെ ആത്മാവിന് കളങ്കം വരുത്തുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അശുദ്ധി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം എടുത്ത് ധ്യാനിക്കുക. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന എന്ന് കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യാസക്തികളെല്ലാം വിഗ്രഹാരാധനയിൽപ്പെട്ടതാണ്. ദ്രവ്യാസക്തി, ലോകത്തോടുള്ള മോഹം, ആസക്തികള്, പണം ഉണ്ടാക്കുക, പണം, എപ്പോഴും ജോലിയോട് മാത്രം താല്പര്യം, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ടൊന്നും സമയമില്ലാത്ത അവസ്ഥ, വന്നു കഴിഞ്ഞാൽ ഉടനെ കയറി ഉറങ്ങുന്ന, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം വിഗ്രഹാരാധനയിൽപ്പെട്ടത് തന്നെയാണ്. ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം. ഈ അസൂയൊക്കെ ആത്മീയ മേഖലയിൽ പോലും കയറി കൂടിയിരിക്കുന്ന ഒരു വലിയ അശുദ്ധിയാണ്. പലപ്പോഴും ആത്മീയ മേഖലയിൽ പോലും ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അത്ര കണ്ട് പിശാചിന്റെ പ്രവൃത്തികൾ കടന്നുകൂടിയിരിക്കുകയാണ്. അസൂയ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. എനിക്കത് അതുണ്ടോ? ആത്മശോധന ചെയ്യണം. തിരുവചന ഭാഗം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ നോക്കുക. കാരണം നമുക്ക് പരിശുദ്ധാത്മാവ് നിറയണം. കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, സഭയിൽ നിന്നും വിട്ടുനിൽക്കുക, എല്ലാത്തിനെയും എതിർക്കുക, നല്ലതിനെയെല്ലാം നിശിതമായിട്ട് വിമർശിക്കുക. കർത്താവിന്റെ ആദ്യത്തെ കൽപ്പനയിൽ തന്നെ കൊടുത്തതാണ്. ഏദൻ തോട്ടത്തിലെ കൽപ്പനയിൽ അവിടെ ആദമിൽ കൊടുത്തതാണ്. നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. നമുക്ക് ആരെയും വിരിക്കുവാൻ അവകാശം തന്നിട്ടില്ല. തിന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ കർത്താവിന് സാധിക്കും. എന്നാൽ നന്മയായിട്ടുള്ളതിനെ നമ്മൾ തിന്മയായിട്ടിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് നടക്കുന്ന വ്യക്തികളാണോ? അസൂയയിൽ നിന്ന് തന്നെ ഉളവാകുന്നത്, അനുസരണക്കേടിൽ നിന്ന് ഉളവാകുന്നത്. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപിക്കുന്ന കുടുംബം. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്നവരുടെ അവരുടെ കുടുംബങ്ങളിലുള്ളവരും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധനമാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ നിന്നത് മാറ്റണം. മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളും. ഈ മധുരോത്സവത്തിന് വേറെ ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വെറിക്കൂത്തെന്ന് പറയും. അതായത് തീനും കുടിയും വേണ്ടാത്ത ആഭാസത്തരങ്ങളെല്ലാം കാണിക്കുന്ന അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മൾ ദിവ്യനാഥന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഇത് നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറയേണ്ടതില്ല. നമ്മുടെ വിശുദ്ധീകരണം കർത്താവ് ഇതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്.
ഈ മദ്യപാനത്തെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്കറിയാം, ഞങ്ങളൊരു നെടുകുന്നത്തൊരു സ്കോർ സെല്ലുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പ് 5-6 പേര് കൂടി നവീകരണാനുഭവത്തിലേക്ക് വന്നവരെ കൂടുന്ന ഒരു ചെറിയ സെല്ലുകൾ, കോർ ഗ്രൂപ്പ് അല്ല, ചെറിയ സെല്ലുകൾ. ആ സെല്ലിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരന്റെ ചേട്ടന്റെ മകൻ മദ്യപാനിയാണ്, കൊച്ചു പയ്യനാണ്, അന്നൊരു 18-19 വയസ്സേ ഉള്ളൂ, സാമ്പത്തികമുണ്ട്, കൂട്ടുകൂടിയൊക്കെ കുടിക്കുന്ന വ്യക്തി. ആ കുട്ടിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പഠിച്ച് പോയപ്പോൾ കർത്താവിന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലായി മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല. മദ്യപാനി സ്വർഗരാജ്യ അവകാശമാണ്, മദ്യപാനം പാപമാണ്, തിന്മയാണ്. ഇത് ആ കുട്ടിക്ക് ബോധ്യം കൊടുക്കണം, ആ കുട്ടിയുടെ കുടുംബത്തിൽ ബോധ്യം കൊടുക്കണം. അപ്പോൾ ചിലർ പറഞ്ഞു, മണ്ടത്തരം പറയാതെ അല്പമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വളരെ ലാഘവമായിട്ട് കരുതുന്ന പ്രാർത്ഥനക്കാർ വരെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വലിയ ബന്ധനം തന്നെയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകില്ല. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകണം, ആ വഴിയെ പോകുവാനേ പാടില്ല. ഒന്നും വേണ്ട, ദിവ്യകാരുണ്യം ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ദിവസങ്ങളിൽ ഇന്ന് ആഡംബരമായിട്ട് മാറിയിരിക്കുകയാണ് ഭവനങ്ങളില്. അത് നിർത്തണം. നമ്മൾ കർത്താവിന്റെ പ്രേക്ഷിതരാണെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ നിർത്തണം. ഈ ആവശ്യമില്ലാത്തത് നമ്മൾ നിർത്തിയാൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ. ആവശ്യമുള്ളത് കർത്താവ് നൽകണമെങ്കിൽ നമ്മളിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറ്റിക്കളയണം. ഹല്ലേലൂയ. അത് കർത്താവിന് വേണ്ടി നമ്മൾ ഒരുക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ വായിച്ചു കേട്ടത് തന്നെ. അടുത്ത പ്രവചനം പറയുകയാണ്, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുക ഇല്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഒരു താക്കീതായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഈ താക്കീതിനെയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകണമെങ്കിൽ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലം പുറപ്പെടും. ഇനി അടുത്ത് നമ്മൾ കേൾക്കുന്നു, ഫലം പുറപ്പെടുവിക്കാത്തതിന് എന്ത് ചെയ്യും? ഫലം പുറപ്പെടുവിക്കാതെ എന്ത് ചെയ്യും? വെട്ടി തീയിടും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയ്ക്ക് ഇതിനായി ഒരു നിയമവുമില്ല. ഇത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ഈ ഫലം പുറപ്പെടുവിക്കാതെ ചിലരെ വരങ്ങൾക്കായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഈ ആത്മീയ മേഖലയെ കൂട്ടി ഞാൻ പറയാൻ കാരണം അപകട മേഖലയാണ്, വലിയ അപകട മേഖല. ഇന്ന് ഫലം പുറപ്പെടുവിക്കാത്തവരോ ഫലമില്ലാത്തവരോ പോയി ശുശ്രൂഷ മേഖലയിലേക്ക് പോയിട്ട് വരങ്ങളിൽ കൊണ്ട് നിറയാനായിട്ട് അൽമാരികളെയാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ദർശനവരം പറഞ്ഞുകൊണ്ട് അനേകരെ വഴിതെറ്റിക്കുന്നവരുണ്ട്. തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് സഭയോട് ചേർന്ന് നിൽക്കാതെ സ്വയമേ പോയി എന്തോ കിട്ടിക്കഴിഞ്ഞാൽ സ്വയമേ പോയി ഒരു കൗൺസിലിംഗ് സെന്റ് തുടങ്ങുക, ഒരു കൗൺസിലിംഗ് സെന്റർ. ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഇവിടെ വരുന്ന മക്കളെ വഴിതെറ്റിക്കൊണ്ടു പോകുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്രകാരം ചെയ്യുന്നവർ കർത്താവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ആത്മാവിലെ നമ്മൾ തിരിച്ചറിയണം. എല്ലായിടത്തും പോകാൻ അനുവാദമില്ല. എനിക്ക് എല്ലായിടത്തും പോകാൻ അനുവാദമില്ല. ഞാൻ അങ്ങനെ പോകുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് വിട്ടവനായിരിക്കണം. എന്നെ കർത്താവ് ഇവിടെ നിർത്തിയെങ്കിൽ ഞാൻ മരിയഭവനിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ളവനാണ്. എന്നെ വളർത്തുന്നത് കർത്താവാണ്. ഇവിടെ ചേർന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വളരുക. ഇതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം പറയുക. ഹല്ലേലൂയ. ചിലർ ഉറങ്ങുന്നുണ്ട്, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് ലീഗ എഴുതിയ സുവിശേഷത്തിലെ 7-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളിൽ പറയുന്നു, അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അശുദ്ധിയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് വരുമോ? അശുദ്ധിയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കത്തില്ല. നമ്മൾ മാമോദിസ സ്വീകരിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ശൈര്യലേപനം വഴി സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ മുഴുവൻ ആത്മാവിനാൽ നിറഞ്ഞ് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?
എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത നാളിലേക്ക് അതിലേക്ക് പോവുകയാണ്. 13 ദിവസം വിശ്വാസ വർഷത്തിന്റെ അവസാനം 13 ദിവസത്തെ നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൈവ ആരാധന ഇവിടെ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു ഭാഗ്യം കർത്താവ് തന്ന ഭാഗ്യമാണ്. എന്റെ മിടുകൊണ്ടല്ല, അത് കർത്താവ് തന്നൊരു ഭാഗ്യം. 13 ദിവസവും, ചില ദിവസങ്ങളിൽ പകലും 13 ദിവസവും രാത്രിയിലും വന്ന് ഇവിടെ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചു. എല്ലാവർക്കും സാധിക്കത്തില്ല. എന്നാൽ ഒരുക്കിക്കൊണ്ടുവന്ന കർത്താവിനോടൊപ്പം കൂടെ വന്നിരുന്നു. തിരുമുഖത്തേക്ക് മാത്രം കണ്ണു പറിക്കാതെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ റംസ പ്രാർത്ഥന 6 മണിക്ക്, റംസ പ്രാർത്ഥന 9 മണിക്ക്, യാമപ്രാർത്ഥനകൾ. ഇങ്ങനെ നിരന്തരം ദിവസം മുഴുവൻ യാമപ്രാർത്ഥനകളാണ്. 7-3 21 മണിക്കൂർ, ബാക്കി 3 മണിക്കൂർ ഇടയ്ക്കത്തെ രാത്രി 12 മണിക്ക് യാമപ്രാർത്ഥന ഇല്ലാത്ത സമയം. അന്നേരം ദിവ്യബലി, ആഘോഷമായ അർത്ഥം മനസ്സിലാക്കി തന്നുള്ള റാസ കുർബാന അച്ഛൻ ഇവിടെ അർപ്പിച്ചു. നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് അർപ്പിക്കുക. ഇനിയും അതിൽ നിന്നൊന്നും നമുക്ക് കൂടുതൽ ലഭിക്കും. നമ്മൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നതോറും കൂടുതൽ നമുക്ക് ലഭിക്കും. എന്നാൽ ലഭിച്ചത് എനിക്ക് 1000-1 മാത്രമേ ഞാൻ കരുതാന്നുള്ളൂ. കാരണം കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ ഈ അപ്പസ്തോലന്മാർ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാൻ സ്ലീഹായെയും കൂട്ടിക്കൊണ്ട് ഈശോ തന്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള പ്രവചനത്തിന് ശേഷം താബോർ മലയിലേക്ക് കയറിപ്പോകുന്ന സംഭവം നമുക്കറിയാം. ആ താബോർ മലയിലേക്ക് കയറിപ്പോയ അനുഭവമാണ് ഈ 13 ദിവസം കൊണ്ട് എനിക്ക് ലഭിച്ചത്. അന്ന് പത്രോസ് സ്ലീഹ പറഞ്ഞു, നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഇറങ്ങിപ്പോകണ്ട, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അച്ഛാ പോകാൻ തോന്നുന്നില്ല, നമുക്ക് പോയേ പറ്റുള്ളൂ. പത്രോസ് അന്ന് പറഞ്ഞതുപോലെ ആ അനുഭവം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടപ്പെടുവാൻ പാടില്ല. ഏതായാലും ഹൃദയത്തിൽ ആഗ്രഹിച്ചതുപോലെ കണ്ടിന്യൂസ് അല്ലെങ്കിലും ഒരു 53 ആഴ്ച നമ്മുടെ MCBS ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ആരംഭകരായ ആലക്കുളത്തച്ഛന്റെ 125ാമത്തെ ജന്മദിന വാർഷികം ആഘോഷിക്കുന്ന ഈ വേളകളിൽ അവരന്ന് മല്ലപ്പള്ളിയിൽ താമസിച്ച 53 ദിവസത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 53 ആഴ്ചകളിലായിട്ട് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്ന 24 മണിക്കൂർ ആരാധനയ്ക്ക് ഒരു ഭാഗ്യം നമുക്ക് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുന്നത് നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളൊന്ന് വന്ന് അനുഭവിച്ച് നോക്കുക. ഇവിടെ പങ്കെടുത്തപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. യേശു രൂപാന്തരപ്പെടുന്നു എന്നുള്ള ഭാഗം ലൂക്കാസ് വിശേഷത്തിൽ വായിക്കാം. അവനിത് പറഞ്ഞിട്ട് തന്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള പ്രവചനം നടത്തിയതിനു ശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, നിയമം ആര് വഴി നൽകിയോ? മോശ വഴി. ആ മോശയും പ്രവാചകരിൽ ഉന്നതനായ ഏലിയായും. മോശയും ഏലിയായും അവനോടുകൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. നിയമത്തിന്റെ പൂർത്തീകരണവും പ്രവചനങ്ങളുടെ പൂർത്തീകരണവും നടത്താൻ പോകുന്ന യേശു അവരെ 2 പേരെയും താബോർ മലയിൽ വെച്ച് കാണുകയാണ്. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്, തന്റെ പീഡാസഹനത്തെ കുറിച്ച്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. ഈ 13 ദിവസവും ഇവിടെ വന്നവരാരും ഉറങ്ങിക്കണ്ടില്ല. 13 ദിവസവും ഇവിടെ ആരാധനാ ശുശ്രൂഷയിൽ വന്നിരുന്നവരാരും ഉറങ്ങിക്കണ്ടില്ല. അവരെല്ലാം ഉണർന്നിരുന്നുകൊണ്ട് ആ പ്രാർത്ഥനകളിലും ആരാധനകളിലും സജീവമായിട്ട് പങ്കുകൊള്ളുന്നത് കണ്ടു. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. പത്രോസിന് തന്നെ നല്ല സുബോധം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ആ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുകയാണ്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എന്റെ പുത്രൻ, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ നമ്മളോട് സംസാരിക്കും. നമ്മുടെ പൂർവ്വ അവസ്ഥകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. ഹല്ലേലൂയ. അത് വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു, ഒരു അനുഭവമായിരുന്നു അവർക്കുണ്ടായത്. തിരുമുഖം ദർശിച്ചപ്പോൾ, സാക്ഷാൽ ദൈവത്തെ, അവന്റെ മഹത്വം ദർശിച്ചപ്പോൾ അവർക്ക് വാക്കുകൾക്ക് അവർണ്ണനീയമായിരുന്നു. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പറയാറുണ്ട്, അവർണ്ണനീയമായ ദാനത്തിന് സ്തുതി. ഈ അവർണ്ണനീയമായ ദാനം നമ്മൾ ആഘോഷപൂർവ്വം പങ്കെടുത്തപ്പോൾ മനസ്സിലായി,
നമ്മൾ മാത്രമല്ല ഈ പരിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ഗണങ്ങളോടുകൂടെ നമ്മൾ പങ്കെടുക്കുന്നു ഈ ആരാധനയിൽ. കാരണം ഇത് സ്വർഗത്തിൽ നിന്നും അറേഞ്ച് ചെയ്ത ഒരു ആരാധനയാണ് ഭൂമിയിൽ നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് അരുളി ചെയ്ത കർത്താവ് യുഗാന്ത്യത്തോളം നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ പെസഹ പുതിയ ഉടമ്പടി സ്ഥാപിച്ചിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഈ ഓർമ്മ ഒരു അനുഭവമായിട്ട് നമുക്ക് തന്നുകൊണ്ട് കർത്താവ് നമ്മളെ ഈ ബലിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ബലി കൂടാതെ വേറൊരു ബലി നമുക്കിനി ഇല്ല. ഇനിയും ഒരു പുതിയ രക്ഷകനെ നമുക്ക് ലഭിക്കുവാനില്ല. രക്ഷ നമുക്ക് കൈവന്ന് കഴിഞ്ഞു. രക്ഷിക്കുവാൻ വേണ്ടി ഇനി ഒരുപാട് നമുക്ക് വേണ്ടി മരിക്കുവാനുമില്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഈ ഇരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചിവിടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കാവൽമാലാഖാണ്. ഭൗതികമായി നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മുടെ കാവൽമാലാഖ ഇവിടെ ഉണ്ട്. ഞാനിത് പറയുന്നതല്ല, അച്ഛൻ പറഞ്ഞു തന്നതാണ്. കുർബാനയുടെ വേളയിൽ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ കാവൽമാലാഖയോടൊപ്പം, നമ്മുടെ പേരിന്റെ ആൾക്കാരായ വിശുദ്ധരോടൊപ്പം ഭൂമിയിലായിരിക്കുന്ന നമ്മളെ കുറിച്ച് പറയുക സമരസഭയിൽപ്പെട്ടവരാണ്. കാരണം ജീവിതത്തിൽ ആത്മീയമായി പോരാടിക്കൊണ്ടിരിക്കുന്ന, ജഡത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമരസഭയിലായിരിക്കുന്ന നമ്മള്, ഭൂമിയിലായിരിക്കുന്ന നമ്മള്, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധീകര സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കള്, സഹനസഭയിൽപ്പെട്ടവര്, വിജയസഭയിലായിരിക്കുന്ന വിശുദ്ധാത്മാക്കള്, സ്വർഗീയ ഗണങ്ങള്, മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ ആത്മാക്കള്, ഇങ്ങനെ സമരസഭയും സഹനസഭയും വിജയസഭയും ഒന്നിച്ചു കൂടിക്കൊണ്ട് നമ്മുടെ കാവൽമാലാഖമാരും പേരിന്റെ കാരണക്കാരും സകല പുണ്യന്മാരും പരിശുദ്ധരും എല്ലാവരും കൂടിക്കൊണ്ട് പരിശുദ്ധ പിതാവിനോടും സകല കർദിനാളന്മാരോടും മെത്രാന്മാരോടും സഭയിൽ ഒന്നിച്ചു ചേർന്ന് അർപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ പരിശുദ്ധ ബലി. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവമഹത്വത്തിന് വേണ്ടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.